ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് വിട്ടാലോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ പ്രൊഫൈൽ പിക്ചറിൻ്റെ അവിടെ ബ്ലൂ ടിക്ക് വന്നിട്ടുണ്ടാവും, വെരിഫൈഡ് ആയിട്ടുള്ള ടിക്ക് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ പുതിയ അപ്ഡേഷനുകളിലൊക്കെ നമുക്കും ഏതൊരു കോമൺ മാനും ഈ 600 സംതിങ് എത്ര എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലി നമുക്കും അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, ബ്ലൂ ടിക്കൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങനെ ഒരു പ്രൊഫൈൽ പിക്ചർ ഫ്രെയിം നമുക്ക് ഫ്രീ ആയിട്ട് സെറ്റ് ചെയ്തെടുത്താലോ. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്തെടുക്കുമെന്ന് നോക്കാം. അപ്പോൾ അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളത് ചെക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻ പ്രൊഫൈൽ പിക്ചർ എന്ന് പറഞ്ഞിട്ടാണ് ആപ്ലിക്കേഷൻ്റെ നെയിം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് കാണാൻ പറ്റിയത്. ഇതിൽ ഫോട്ടോ എഡിറ്റർ ഉണ്ട്, അതുപോലെ ബോർഡർ ഫ്രെയിം, ക്രിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് 3 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ അതിൻ്റെ ഫ്രെയിമാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബോർഡർ ഫ്രെയിം എന്നുള്ളത് അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പോപ്പുലർ പല പല കാറ്റഗറി, പോപ്പുലർ, ഫ്ലോറൽ, നാച്ചുറൽ, ബേസിക്, ബാഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇതുണ്ട്. ഇപ്പോൾ ഇതിൽ പോപ്പുലറിലായിട്ട് വരുന്നത് കണ്ടോ, ഈ ഒരു യെല്ലോ ബ്ലൂ ടിക്കൊക്കെ വരുന്നുണ്ട്. വേറെ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഭംഗിയുള്ള ഒരുപാട് ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഫ്ലോറൽ എന്ന് പറഞ്ഞിട്ട്, അതുപോലെ നേച്ചർ, ബേസിക്, ബാഡ്ജ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ബാഡ്ജ് ഇങ്ങനെ ബ്ലൂ ടിക്ക് വരുന്നതാണല്ലോ, അതിപ്പോൾ ബാഡ്ജിൽ നോക്കിയാലും കിട്ടും. അല്ലെങ്കിൽ പോപ്പുലറിൽ കൂടുതൽ പേരും ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന തന്നെ ഈ ഒരു ബാഡ്ജ് വെച്ചിട്ട് ഇമേജ് ഫ്രെയിമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളിങ്ങനെ ബാഡ്ജിൽ നോക്കിയാൽ ഈ ഒരു യെല്ലോ ഇത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കാണാൻ പറ്റുക. എന്നിട്ട് ഇവിടെ കണ്ടോ ഒരു ഇമേജ് ആഡ് ചെയ്യാനുള്ള, അവിടെ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഗാലറിയിൽ നിന്നൊരു പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിക്ചറിൻ്റെ നമുക്ക് സൈസൊക്കെ ഇങ്ങനെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ 2 കൈ കൊണ്ടും ഇങ്ങനെ സൂം ഔട്ടൊക്കെ ചെയ്തിട്ട് കറക്റ്റാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ മേലെ കാണുന്ന ഈ സേവ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമേജ് സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എഡിറ്റ് പ്രൊഫൈൽ കൊടുത്തിട്ട് മേലെ കാണുന്ന ഇമേജ് ന്യൂ പ്രൊഫൈൽ പിക്ചർ കൊടുക്കാം. അപ്പോൾ നമ്മൾ പ്രൊഫൈൽ പിക്ചർ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊഫൈൽ പിക്ചർ സെറ്റാക്കിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വേറൊരു അക്കൗണ്ട് വഴി കയറുന്ന സമയത്ത് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഇതാ ഇങ്ങനെ ബ്ലൂ ടിക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. നമ്മൾ ഈ എടുത്ത് നോക്കുമ്പോഴും കണ്ടോ, ജസ്റ്റ് നമുക്ക് ആ ഒരു ബ്ലൂ ടിക്കിൻ്റെ ഒരു ഫീല് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നാലും നമുക്ക് പ്രൊഫൈൽ ഇങ്ങനെ പെട്ടെന്ന് എടുത്ത് നോക്കും, ഒരാളെടുത്ത് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ബ്ലൂ ടിക്കുള്ള പോലെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പൈസ ഉള്ളവർക്ക് അങ്ങനെ മാസത്തിൽ ഇങ്ങനെ പൈസയൊക്കെ കൊടുത്തിട്ട് ബ്ലൂ ടിക്ക് വാങ്ങിയെടുക്കാൻ പറ്റുന്നതാണ്. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാൻ, ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ട്രിക്കാണ് ഇത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ് ഇത്, അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് കിടിലം ട്രിക്കും അതുപോലെ ആപ്ലിക്കേഷൻസും വെബ്സൈറ്റുകളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം, വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ കിടിലം വീഡിയോസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.